കാരണം ചീങ്കണ്ണിയുടെ ഹൃദയത്തിനു വേണ്ട ഓക്സിജൻ ഹൃദയത്തിനുള്ളിലെ രക്തത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. കുറെ കൂടി വിവേകപൂർവമായ ഡിസൈനാണ് അത്. സൃഷ്ടിവാദക്കാരുടെ പ്രധാനപ്പെട്ട ഒരു വാദം തന്നെ കണ്ണിന്റെ അത്ഭുതകരമായ ഡിസൈനിംഗ് മികവാണ്. സത്യത്തിൽ കണ്ണുകളുടെ ഡിസൈൻ അത്ര അത്ഭുതകരമാണോ? നമ്മുടെ കണ്ണുകൾ ശരിക്കും ഒരു മണ്ടൻ സൃഷ്ടിയാണ് എന്നാണ് പറയേണ്ടത്. പ്രകാശം ഒരു ലെൻസിലൂടെ കടന്നുപോയി ഒരു സ്ക്രീനിൽ, അതായത് റെറ്റിനയിൽ പതിക്കുന്നു. റെറ്റിനയിലെ പ്രകാശ സ്വീകരണികൾ അത് പിടിച്ചെടുത്ത് തലച്ചോറിലെത്തിച്ചാണ് കാഴ്ച സാധ്യമാക്കുന്നത്. ഇതാണ് കണ്ണുകളുടെ പ്രവർത്തന രീതി. ശരിയായ ഒരു ഡിസൈനർ പ്രകാശ സ്വീകരണികൾ വെളിച്ചം വരുന്ന ദിശയിലേക്കാണ് തിരിച്ചു വയ്ക്കേണ്ടത് എന്ന് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ റെറ്റിനയിലെ പ്രകാശം സ്വീകരിക്കേണ്ട കോശങ്ങൾ പ്രകാശത്തിനു പുറംതിരിഞ്ഞാണ് ഇരിക്കുന്നത്. അതായത് കണ്ണിലെത്തുന്ന പ്രകാശത്തിന്റെ ചെറിയൊരു അംശം മാത്രമേ സ്വീകരണികളിൽ എത്തുന്നുള്ളൂ. മാത്രമല്ല, അതിൽ നിന്ന് സിഗ്നലുകൾ കൊണ്ടുപോകുന്ന നാഡികളും രക്തക്കുഴലുകളും റെറ്റിനയുടെ പുറത്തുകൂടിയാണ് പോകുന്നത്. ഈ രക്തക്കുഴലുകളും നാഡികളും റെറ്റിനയുടെ നടുവിലുള്ള ഒരു ദ്വാരത്തിലൂടെയാണ് കണ്ണിനു പുറത്തേക്ക് പോകുന്നത്. സ്വാഭാവികമായും കണ്ണിന്റെ നടുവിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ആ ഭാഗത്ത് നമുക്ക് കാഴ്ചയില്ല. ബ്ലൈൻഡ് സ്പോട്ട് എന്നു പറയും. റെറ്റിന ഒരു സിനിമ സ്ക്രീനായി സങ്കൽപ്പിച്ചാൽ അതിലെ സ്പീക്കറിലേക്കും പ്രൊജക്ടറിലേക്കും മറ്റും പോകുന്ന വയറുകൾ സ്ക്രീനിന്റെ മുന്നിലൂടെ പോകുന്ന പോലെയാണ് ഇത്. കൂടാതെ സ്ക്രീനിന്റെ നടുവിൽ വലിയൊരു ദ്വാരവും. ഇത്തരത്തിൽ ഒരു സിനിമാ കൊട്ടക ഡിസൈൻ ചെയ്യുന്ന ഒരു എഞ്ചിനീയറെ നിങ്ങൾ എന്തു വിളിക്കും? നമ്മുടെ കണ്ണുകളുടെ അവസ്ഥ ശരിക്കും ഇങ്ങനെയാണ്. ഇതുകൊണ്ടുള്ള മറ്റൊരു പ്രശ്നം, പ്രകാശ സ്വീകരണികൾ തലതിരിച്ചു ഘടിപ്പിച്ചതുകൊണ്ട് അവ റെറ്റിനയുടെ പുറകിലെ ഭിത്തിയുമായി ബലമായി ഉറപ്പിച്ചിട്ടില്ല.